2, chess number 2, Anti in Parallel Universe. ഹലോ, ഞാൻ എത്തിട്ടോ. ഉമ്മർത്താരും കാണുന്നില്ലല്ലോ. ഡോർ തുറന്നേ. എടാ എടാ ഒരാൾക്ക് എങ്ങനെ ഇത്ര മോഡിഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നേ? നിന്നെക്കാണാൻ എന്തൊരു ലുക്കാ. ഞാൻ 2 വർഷം മുന്നേ യൂറോപ്പിലോട്ട് പോയപ്പോഴും നിന്നെ കാണാൻ അടിപൊളിയായിരുന്നു. ഇപ്പൊ അതിനെക്കാട്ടി സൗന്ദര്യം കൂടി. എന്താ ഒരു ദിവസം കൂടെ നിനക്ക് സൗന്ദര്യം കൂടുവാണോ? അതെ, ബ്യൂട്ടി പ്രൊഡക്ട്സ് എനിക്ക് ഇവിടെ പറഞ്ഞു തരണം കേട്ടോ. ഞാനോ സുന്ദരിയെ നടക്കട്ടെ, എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. ഓഹോ, അപ്പൊ ഞാനോ? ജിജോ ഇവിടെ ഉണ്ടായിരുന്നോ? നീ പിന്നെ പണ്ടേ ലുക്കല്ല, അത് ഇത്ര എടുത്ത് പറയാണ്ടോ? വാ, അമ്മ എവിടെ? ചേച്ചി. അതെ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സ്വീറ്റ്സും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന്. പിന്നെ 2 ക്ലോത്ത്സും കൂടെ ഉണ്ട് കേട്ടോ. വാ, എത്ര കാലായിന്നറിയോ വീട്ടിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട്. ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് തന്നെ ഇന്ന് ഞാൻ കഴിക്കും. വായു വായു. ഒരുപാട് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കഴിച്ചിട്ടേ ഒരു 2-3-4 ആഴ്ച ഇവിടെ നിന്നിട്ട് പോയാൽ മതി. വാ. അല്ല, ഷിനോയി എവിടെ? പറഞ്ഞ പോലെ ഇന്ന് മറ്റേ ബേർഡേ അല്ലേ, നമുക്കൊരു ട്രീറ്റ് കൊടുത്താലോ? അതൊന്നും വേണ്ട, ഇവിടെ ഊണുണ്ടാക്കിയിട്ടുണ്ട്, അവനത് കഴിച്ചോളും. അവൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഇപ്പം എനിക്ക് പേടി. എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റിയടിച്ച് നടക്കലാ പണി. 10-22 വയസ്സായി, ഒരു ജോലി പോലും അവൻ നോക്കുന്നില്ല. നോക്കിയിട്ട് കിട്ടാതിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. എന്നാൽ ഒരു ഇൻട്രസ്റ്റ് വേണ്ടി നോക്കുന്നു പോലും. എപ്പോഴും ഒലമ്പ് കൂട്ടുകാരെടുത്ത് ചുറ്റിക്കറങ്ങി നടക്കലാണ് അവൻ്റെ പടി. എനിക്കും ചേട്ടനും നല്ല പേടിയാണ് അവൻ്റെ കാര്യത്തിൽ. ജിജോ പിന്നെയും കുഴപ്പമില്ല, കുറച്ചെങ്കിലും കുറവുണ്ട്. എന്നാലും അത്ര ഓക്കെ ഒന്നുമല്ല രണ്ടാളും. എൻ്റെ ചേച്ചി ഇപ്പോഴത്തെ പിള്ളേർക്ക് കളിക്കുന്നതിനോടാ താല്പര്യം. അവൻ്റെ ഫുട്ബോൾ കളിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തോ രസമായിട്ട് അവൻ കളിക്കുന്നതെന്നറിയോ? അവൻ്റെ ഇഷ്ടത്തിനെ പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ അവനിൽ പ്രഷറൊന്നും കുത്തിയേൽക്കല്ലേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അനിയുടെ കൂടെ യൂറോപ്പിൽ വരണമെന്ന്. അവൻ ഇഷ്ടമുണ്ടെങ്കിൽ അവൻ വരട്ടെ എന്നേ. അവൻ ഇഷ്ടമുള്ള കാലത്തോളം അവൻ അവിടെ കിടന്ന് കളിച്ച് അടിപൊളിയായി. അവൻ്റെ ഫുട്ബോളൊക്കെ എൻഹാൻസ് ചെയ്യാനുള്ള ഒരുപാട് പരിപാടികൾ അവിടെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാക്കിയിട്ട് അവനെ ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ അയക്കാം. എന്നിട്ട് വല്ല ജോലിയൊക്കെ നോക്കട്ടെ അവൻ. അവൻ പോട്ടെ. ഈ നിൽക്കുന്നവളോ? ഇവൾക്കാണെങ്കിൽ ഒരു ചായ പോലും തിളപ്പിക്കാൻ അറിയത്തില്ല. എൻ്റെ പൊന്നു മോളെ, ഞാൻ എന്നോട് പറയാണ്. ഒരു ചായ തിളപ്പിക്കാൻ അറിയാത്തതാണ് ഇത്ര വലുത്. ഈ പ്രായത്തിൽ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എല്ലാം പഠിച്ചതല്ലേ. അവൾക്ക് മേക്കപ്പിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അവളുടെ മേക്കപ്പിൻ്റെ സ്കില്ലങ്ങ് വലുതാക്കാൻ നോക്ക്. ചായ വെക്കാൻ അറിയാത്തൊന്നും ഇത്ര വലിയ പ്രശ്നം, അതൊക്കെ അവളങ്ങ് പഠിച്ചോളും. ചേച്ചി ഇങ്ങനെ ഇവരുടെ കാര്യം ആലോചിച്ച് ടെൻഷനായിട്ട് ചേച്ചിയുടെ ബ്യൂട്ടി കളയാൻ നിൽക്കണ്ട. എന്നാ പിന്നെ നീ അവിടെ ഇരിക്കും, ഞാൻ നിനക്ക് ഈ ഭക്ഷണം എടുത്തിട്ട് വരാം. അതെ, ഞാൻ ഷിനോയിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അവൻ തൽക്കാലം ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം അറിയണ്ട. ഇപ്പം ഇവിടെ ഒരു ഹോട്ടൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ. നിങ്ങൾ പോയായിരുന്നോ ഫുഡ് കഴിക്കാൻ പോയില്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇഷ്ടം. നിങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നടന്നൂടെ? ഞാൻ പറഞ്ഞു വന്നതേ, നമുക്ക് ഇന്ന് ആ പുതിയ ഹോട്ടലൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. നല്ല ഹോട്ടലാണെന്നാ കേട്ടെ. അതായത് ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് ബർത്ത്ഡേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാം. അവൻ തിരിച്ചു വരുമ്പോൾ, അവനെപ്പോൾ തിരിച്ചു വരും? വരത്തില്ലേ? തിരിച്ചു വരുമ്പോഴത്തേനും അവനെയും കൂട്ടിയിട്ട് ആ ഹോട്ടലിലോട്ട് എന്തെങ്കിലും കടവ് പറഞ്ഞിട്ട് കൊണ്ടുപോവാം. എന്നിട്ട് ഞാൻ സർപ്രൈസ് ചെയ്യാം. പോരെ? ഓക്കെ. ഹലോ, ഹോട്ടലിലെല്ലാം സെറ്റാട്ടോ. നിങ്ങളിനി അവനെ കൊണ്ടുവരുന്ന കാര്യം ഏറ്റാൽ മതി. എത്താനായോ? എത്തിയോ? അവൻ്റെ കണ്ണ് മുറുക്കി അടച്ചോളേ. ഹലോ ഷീനോയ്, ഹാപ്പി ബർത്ത്ഡേ. എന്നെ അറിയോ? ഞാനേ കുറച്ചു നേരത്തെ വന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് നിന്റെ ബർത്ത്ഡേ ആണല്ലോ എന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഹോട്ടലൊന്ന് എക്സ്പ്ലോർ ചെയ്യും ചെയ്യാം, നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയും ചെയ്യാന്ന് വിചാരിച്ചു. ഇവനിപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവ സ്വപ്നമാണോ കാണുന്നടാ? കേക്ക് മുറിക്കടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്കല്ല, ആദ്യം ബർത്ത്ഡേ പോയി തന്നെ കഴിക്കണ്ടേ. എന്നിട്ട് എനിക്ക് തന്നു. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ? കൊള്ളായിരുന്നല്ലേ? അപ്പം ഇനിയിപ്പോൾ നിങ്ങളുടെ 2 ബർത്ത്ഡേ കൂടെ ഇല്ലേ? അതും സെലിബ്രേറ്റ് ചെയ്തിട്ട് ഞാൻ യൂറോപ്പിലോട്ട് തിരിച്ചു പോകത്തുള്ളൂ. ഈ മാസം തന്നെയല്ലേ? അടിച്ച് പൊളിക്കണം നമുക്ക്. എൻ്റെ ബർത്ത്ഡേയോ? എൻ്റെ ബർത്ത്ഡേ നിങ്ങൾക്ക് അറിയത്തില്ല? May 16th.
എന്നാൽ എൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ വീട്ടിലോട്ട് വാ, നമുക്ക് അവിടെ നിന്ന് അടിച്ച് പൊളിക്കണം. എടി നിന്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് റീൽസും കൂടെ എടുക്കണം കേട്ടോ, എന്നെയും കൂടെ കൂട്ടണം. പിന്നെ ദേ നിന്റെ കൂടെ ഫുട്ബോൾ കളിച്ച് ഞാൻ തകർക്കും. ഓ നീ വരത്തില്ലേ? ഓക്കെ. എടാ നമ്മളെന്ത് ലക്കിയല്ലേ ഇതേപോലത്തെ ആൻറ്റീനെ കിട്ടാനായിട്ട്. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.